നമസ്കാരം. ഒരു സീറ്റ് പോലും ജയിക്കുമെന്ന് ഉറപ്പില്ലാതിരുന്നിട്ടും സീറ്റിന് വേണ്ടി പിടിവലി കൊടുക്കുകയാണ് കേരളത്തിലെ BJP നേതാക്കൾ. തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ച് കുമ്മനത്തോളം ജനപ്രീതിയുള്ള കെ സുരേന്ദ്രന് ഒരിടത്തും സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. ആകെ നിർദ്ദേശിച്ചിരിക്കുന്ന തൃശൂരിൽ തുഷാർ മത്സരിച്ചാൽ സുരേന്ദ്രൻ വീണ്ടും പെട്ടു. PC ജോർജ് പിന്തുണ നൽകിയേക്കുമെന്ന സൂചന ഉണ്ടായിട്ടും പത്തനംതിട്ട സുരേന്ദ്രന് കൊടുക്കാതെ ശ്രീധരൻപിള്ള ഇടിച്ചു നിൽക്കുന്നത് വൻതോതിലുള്ള പിരിവ് സാധ്യത കണ്ടെന്നാണ് ആരോപണം. തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ BJPക്ക് ഏറെ പ്രതീക്ഷകളുണ്ട്. കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഈ പ്രതീക്ഷയ്ക്ക് കരുത്തേകുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം കുമ്മനത്തിന് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ശക്തമാണ്. ശ്രീധരൻപിള്ള കണ്ണുവെച്ച സീറ്റിലാണ് കുമ്മനം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. അതേസമയം തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ആരെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. കുമ്മനം ഒഴിഞ്ഞാൽ BJPയിലെ ശക്തമായ മുഖമാണ് കെ സുരേന്ദ്രൻ. എന്നാൽ ഈ ജനകീയ മുഖത്തെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്നത്. പത്തനംതിട്ടയിൽ മത്സരിക്കാനാണ് കെ സുരേന്ദ്രന് താല്പര്യം. എന്നാൽ പിള്ളയുടെ മോഹം ഇവിടെ മത്സരിക്കണമെന്ന് തന്നെയാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ അനുസരിച്ചായിരിക്കും ശ്രീധരൻപിള്ളയുടെ സ്ഥാനാർത്ഥിത്വമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയോട് മത്സരിക്കാൻ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ SNDP യോഗത്തിന്റെ ഭാരവാഹിത്വം രാജിവെക്കണമെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും വ്യക്തമാക്കിയിട്ടുണ്ട്. തുഷാർ മത്സരിക്കാൻ തീരുമാനിച്ചാൽ തൃശൂർ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായും അവിടെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച സുരേന്ദ്രന് സ്ഥലം വിടേണ്ട അവസ്ഥ വരും. ശബരിമല സമരങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിൽ സുരേന്ദ്രന് അവിടെ ജയിക്കാനാകുമെന്നാണ് പാർട്ടിയിലെ മുരളീധര വിഭാഗക്കാർ പറയുന്നത്. എന്നാൽ പത്തനംതിട്ടയിൽ അഭിപ്രായ രൂപവൽക്കരണം നടത്തിയപ്പോൾ അവിടുത്തെ ഭാരവാഹികൾ സുരേന്ദ്രന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നതാണ് മറുവാദക്കാർ സമർത്ഥിക്കുന്നത്. പിന്നെ എങ്ങനെ പത്തനംതിട്ട സുരേന്ദ്രന് കൊടുക്കുമെന്നാണ് അവരുടെ ചോദ്യം. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോഴെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും BJPക്ക് വോട്ട് കൂട്ടിയ പിള്ളയുടെ നയതന്ത്രജ്ഞതയും അവർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ന്യായമെല്ലാം ഉണ്ടെങ്കിലും പത്തനംതിട്ട സുരേന്ദ്രൻ പിടിച്ചാൽ സംസ്ഥാന അധ്യക്ഷൻ പിന്നെ എവിടെ പോകുമെന്നത് ഒരു ചോദ്യമായി നിൽക്കുകയാണ്. ഇതിനിടെ കോൺഗ്രസ് വിട്ടെത്തിയ ടോം വടക്കൻ ഇടം പിടിച്ചാൽ ഡൽഹിയിലെത്തിച്ച ചുരുക്കപ്പട്ടികയിൽ നിന്ന് ഏതെങ്കിലും പ്രമുഖൻ പുറത്താകും. പത്തനംതിട്ടയ്ക്കായി പിള്ളയെ കൂടാതെ MT രമേശും നോട്ടമിട്ടിട്ടുണ്ട്. പത്തനംതിട്ട ഇല്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നാണ് രമേശ് പറയുന്നത്. സീറ്റില്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം വഴക്കിനില്ല. തൃശൂരോ പത്തനംതിട്ടയോ പ്രതീക്ഷിച്ച കെ സുരേന്ദ്രനും സീറ്റില്ലെങ്കിൽ പ്രതിഷേധത്തിനില്ല. ഇരുവർക്കും സീറ്റ് നിഷേധിച്ചാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ പോര് രൂക്ഷമായേക്കും. ഒന്നാം നിര നേതാക്കളെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവരുടെ ചുരുക്കപ്പട്ടിക ഇടം പിടിച്ചിട്ടുണ്ട്. ഇവരിൽ ഒന്നാം പേരുള്ളവരെ പോലും പ്രവർത്തന മികവ്, പൊതുസമ്മതൻ, RSSന്റെ താല്പര്യം എന്നിവ പരിഗണിച്ചാകും പരിഗണിക്കുക. ഇക്കാര്യത്തിൽ സംഘപരിവാർ നേതാക്കളുടെ ഇടപെടൽ ശക്തമായിരിക്കുമെന്ന് കുമ്മനം രാജശേഖരന്റെ മടങ്ങിവരവിലൂടെ വ്യക്തമായി കഴിഞ്ഞു. RSSന്റെ ഈ സ്വാധീനമാണ് പലരുടെയും പേടിയും. ടോം വടക്കനെ കേരളത്തിലേക്ക് പരിഗണിച്ചാൽ തൃശൂരോ ചാലക്കുടിയോ നൽകേണ്ടി വരും. രണ്ടിടത്തും സ്ഥാനാർത്ഥികൾ ആരെന്ന് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. തൃശൂർ സീറ്റ് തുഷാർ വെള്ളാപ്പള്ളിക്കായി ഒഴിച്ചിടുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ടോം വടക്കനെ ഉൾപ്പെടുത്തുക അത്ര എളുപ്പമല്ല. ദേശീയ നേതൃത്വം മറിച്ച് തീരുമാനിച്ചാൽ അത് സംസ്ഥാനത്തുള്ള നേതാക്കളുടെ സീറ്റ് തെറിപ്പിക്കുന്നതാകും. അതിന് സാധ്യതയില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശ്വാസം. വടക്കന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും സീറ്റോ മറ്റെന്തെങ്കിലും സ്ഥാനമോ നൽകാനുള്ള സാധ്യതയാണ് സംസ്ഥാന നേതാക്കൾ കാണുന്നത്. ഇന്ന് ദേശീയ തലത്തിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം ഒന്നാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ശ്രദ്ധേയമായ സീറ്റായ പത്തനംതിട്ടയിൽ പിള്ള നോട്ടമിടുന്നത് പിരിവിന് വേണ്ടിയാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന പക്ഷം PC ജോർജ് അടക്കമുള്ളവരുടെ പിന്തുണ ലഭിക്കും. എന്നാൽ ഈ സാധ്യതയെല്ലാം തള്ളിക്കൊണ്ടാണ് പാർട്ടിയിലെ ജനകീയ മുഖത്തെ പാർട്ടി മാറ്റി നിർത്തുന്നത്. എന്തായാലും കേന്ദ്ര നിർദ്ദേശം ഓരോ സീറ്റുകളിൽ വന്നാൽ മാത്രമേ BJPയിൽ തർക്കം തീരൂ എന്ന അവസ്ഥയാണിപ്പോൾ.